മണവാട്ടിയുടെ പേരെന്താ? സഞ്ജന. മണവാട്ടിക്ക് നല്ല നാണം ഉണ്ടല്ലോ. തൊട്ട് മുമ്പ് ഒരു മണവാട്ടിയോട് സംസാരിച്ചിരുന്നു, പക്ഷെ അങ്ങനെ നാണമൊന്നും ഉണ്ടായിരുന്നില്ല. മണവാട്ടി ആയതുകൊണ്ടാണോ നാണോ അതോ? അതെ. എന്താ കേട്ടില്ല. എന്താ പേരെന്താ? ഷിബില. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ? എ ഗ്രേഡ് കിട്ടാറുണ്ട്? കിട്ടാറുണ്ട്. പാട്ട് പാടുന്നവരാരാ? ആരാ? ഒരു പാട്ട് പാടിയാലോ? ഒന്നില്ലേ? നമ്മുടെ നിങ്ങൾ പരിശീലകനാണോ? എത്ര വർഷമായിട്ട് ഈ മേഖലയിൽ? 25 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. നമ്മുടെ ടീമിലാണ് സ്ഥിരമായിട്ട് 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ വാങ്ങുന്നത്. ഞാനിപ്പോൾ എൻ്റെ സ്വദേശി എഡ്രിക്കോടാണ്. എഡ്രിക്കോട് PKM സെക്കൻഡറി സ്കൂളിലെ ഒപ്പനയുണ്ട് പ്രാവശ്യം. അതുപോലെ തന്നെ നെല്ലിപ്പോയ DHS മണ്ണാർക്കാട്, അവിടെ നിന്നും ടീമുണ്ട്. പുതിയ ഐറ്റായിട്ടാണ് പ്രാവശ്യം നമ്മൾ വരുന്നത്. ഷാജാൻ മുംതാസിന്റെ ഒപ്പന ഇതുവരെ കലോത്സവത്തിൽ വന്നിട്ടില്ല. വ്യത്യസ്തമായ ഒരു ഐറ്റായിട്ടാണ് ഇവരുത്. അതല്ല, ഇവര് ഫാത്തിമാവിന്റെ അലിയറിൽ തന്നെ കല്യാണമാണ്. ഹൈസ്കൂളിന്റെ ടീമാണ്. താജ്മഹൽ മുംതാസിന്റെ കഥ പറഞ്ഞിട്ട് വരുന്നത്. ഒരു പെർഫോമൻസ് കാണിക്കാൻ പറ്റുമോ? ഓക്കെ. കളിക്കണോ? ഒരാൾ പോയി. പാട്ടാരാ പാടുന്നേ? ഓക്കെ, പാട്ട്. ബീബി ഫാത്തിമത്തെ സുഹറാ നൂറിൻ ബദറായി ബഹറാ സലാമും തമിഴിലാ. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾക്കൊക്കെ ഈ മണവാട്ടിയെ പോലെ മണവാട്ടിയായി ഒരുങ്ങാൻ എപ്പോ ഒരുങ്ങണം എന്നാണ് താല്പര്യം? കല്യാണം എപ്പം കല്യാണം കഴിക്കണം? എത്ര വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കണം? അങ്ങനെയൊക്കെ ഉണ്ടോ? 5-6 വർഷം. അതായത് അടുത്ത വർഷോ? അത് 18 വയസ്സായാ മതിയോ? എനിക്ക് 19 അപ്പൊ അടുത്ത വർഷം തന്നെ കല്യാണം കഴിക്കണം? അങ്ങനെയൊക്കെയാണ് അവര് തമാശ പറയുന്നതാണ് കേട്ടോ. ഏതായാലും അപ്പോ ഇങ്ങനെയുള്ള നാണമുള്ള മണവാട്ടിമാർ, നാണം കുറവുള്ള മണവാട്ടിമാരൊക്കെ ആയി അങ്ങനെ തകൃതിയാണ് കാര്യങ്ങൾ. ഒരു 5 മണിയോട് കൂടി തന്നെ ഒപ്പന മത്സരം ഇവിടെ തുടങ്ങും. അതിനുള്ള പരിശീലനവും അവസാനവട്ട മിനുക്ക് പണികളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യ.